ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ വ്ളോഗ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു കീഴ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 8 മണി ടൈമൊക്കെ ആയി. ഇപ്പോൾ കീഴ് പൊറോട്ട തിന്നാൻ വല്ലാത്തൊരു പൂതി. പിന്നെ ഒന്നും നോക്കിയില്ല, അണ്ണനെ വിട്ട് പൊറോട്ട മേടിപ്പിച്ച് ചിക്കൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം എടുത്തിട്ട് വന്ന് നമുക്ക് കീഴ് പൊറോട്ട സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. കൂട്ടിനും ഉമ്മച്ചീനും വിളിച്ചു. വേഗം സബോളയൊക്കെ അരിഞ്ഞു കൊടുത്തു. കീഴ് പൊറോട്ട തിന്നാനുള്ള പൂതി കൊണ്ട് വേഗം എല്ലാം ചടപടേന്നായി. അങ്ങനെ ഒരു 3-4 സബോള അങ്ങോട്ട് എടുത്തിട്ട് വന്ന് കുനാന്ന് അങ്ങോട്ട് നീളത്തിലരിഞ്ഞു. അങ്ങനെ അരിഞ്ഞൊക്കെ എടുത്ത് തക്കാളി 2 ഉണ്ടായിരുന്നു, അതും എടുത്ത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ജീരകം ഇതൊക്കെ ഇട്ട് മിക്സിയുടെ ജാറിലൊക്കെ അടിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കടിക്കാനായിട്ട് രസത്തിന് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്തും അരിഞ്ഞെടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ച് കൊടുക്കണം. ചട്ടി വെച്ചതിന് ശേഷം എണ്ണയൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചേക്കാണ്. എണ്ണയോട് വേഗം ചൂടാവെന്ന് പറയാം. എണ്ണയാണെങ്കിൽ ചൂടാവണില്ല. അങ്ങനെ അവസാനം ചൂടായി തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ വേപ്പിലയും അതേപോലെ തന്നെ സബോളയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പുറത്ത് പിന്നെ പാതിരാത്രി പറമ്പിൽ പോയി ഇലയൊക്കെ വെട്ടിയിട്ട് വന്നു. അപ്പോൾ പുതിയതായതുകൊണ്ട് നമ്മൾ പാതിരാത്രി ഒന്നും നോക്കിയില്ല, എല്ലാം അവിടെ മുറിച്ചിട്ട് വന്നു. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സബോളനൊന്നും വഴറ്റാൻ നമ്മൾ സമ്മതിക്കുന്നില്ല, കാരണം എനിക്ക് വിശക്കണമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വായിന്ന് വെള്ളവും വരുന്നുണ്ട്. അങ്ങനെ ഞാൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചെയ്ത് കൊടുത്തു. എന്നിട്ട് വഴറ്റിയെടുത്ത് സബോളയുടെ ഉള്ളിലേക്കൊക്കെ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി ഇത് 3 ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സൊക്കെ ചെയ്തെടുത്തു. അതിൻ്റെ പച്ചമണം പോണ വരെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് വേഗം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ ഇളക്കി മറിച്ച് എനിക്ക് ഇളക്കാൻ പറ്റാണ്ട് അവസാനം ഞാൻ ഉമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മച്ചി എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഇളക്കി കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ഇളക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നു. കൊതി കാരണം ഇതുപോലെ ഇളക്കാൻ കൂടി എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് വഴറ്റിയെടുത്തല്ല ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കിഴി കെട്ടറിയാത്ത ഞാനും ഉമ്മച്ചിയും എന്ത് കാണിക്കും? അപ്പം ഞാൻ ഉമ്മാമ്മച്ചീനെ വിളിച്ചിട്ട് വന്നു. അതിന് ശേഷം പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വെച്ച് ഒരു കിഴി അങ്ങോട്ട് കെട്ടിക്കൊടുത്തു. കിഴി കെട്ടിയിട്ട് പിന്നെ അങ്ങനെ തന്നെ തിന്നാൻ തോന്നും. അങ്ങനെ ഒരു 4-5 കിഴിയൊക്കെ കെട്ടി നന്നായിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കും. ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവിയൊക്കെ കയറ്റിയെടുത്തു. കയറ്റി കഴിഞ്ഞിട്ട് ആ വാഴയിലയുടെ ഒരു മണവും എല്ലാം കൊണ്ട് ആ വാഴയില അങ്ങോട്ട് തുറന്ന് ആ കിഴി പൊറോട്ട അങ്ങോട്ട് തിന്നണം. അയ്യോ, എന്താ ടേസ്റ്റ് എന്നറിയോ? അപ്പോൾ ഞാൻ എന്തായാലും പോയി കിഴി പൊറോട്ട തിന്നിട്ട് അവിടെ സീ യു.